ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് പിശാചിൽ നിന്ന് എങ്ങനെ നമുക്ക് രക്ഷ നേടാമെന്നതിനെക്കുറിച്ചാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നത് നോക്കൂ നിങ്ങൾ. പിശാചിൽ നിന്നും മാലാഖമാരിൽ നിന്നും ആദം സന്തതികൾക്കൊരു ബാധയുണ്ട്. തിന്മ കൊണ്ടുള്ള പ്രേരണയാണ് പിശാചിൻ്റേത്. എന്നാൽ നന്മ കൊണ്ടുള്ള പ്രചോദനവും സത്യം സ്വീകരിക്കാനുള്ള പ്രേരണയുമാണ് മാലാഖയുടേത്. ഇത് ഒരാൾക്ക് അനുഭവപ്പെട്ടാൽ അത് അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന് അവൻ മനസ്സിലാക്കണം. അവൻ അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്യണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. എന്നിട്ട് പറയുന്നു, മറിച്ചാണ് അനുഭവപ്പെട്ടത് എങ്കിൽ ശപിക്കപ്പെട്ട പിശാചിൽ നിന്നവൻ അള്ളാഹുവിൽ അഭയം തേടണമെന്ന് ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. നാം പിശാചിനെ കരുതിയിരിക്കേണ്ടതും പ്രതിരോധിക്കേണ്ടതും അനിവാര്യമാണ്. അതിന് ദുർഗുണങ്ങളിൽ നിന്നും പരമാവധി ഒഴിഞ്ഞു നിൽക്കുകയാണ് വേണ്ടത്. അതിൽ നിന്ന് കാവൽ തേടണം. പിശാച് നിന്നോട് അടുക്കുവാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് വിശന്ന് വലഞ്ഞ നായയെ പോലെയാണ്. നിൻ്റെ അടുക്കൽ റൊട്ടിയോ മാംസകഷ്ണമോ ഇല്ലാതിരിക്കുകയാണെങ്കിൽ നീ അതിനോട് മാറിപ്പോടോ എന്ന് പറഞ്ഞ് ആട്ടുന്നത് കൊണ്ട് തന്നെ അത് മാറിപ്പോകും. ആ ശബ്ദം തന്നെ അതിനെ അകറ്റും. നേരെ മറിച്ച് അത് വിശന്നതായിരിക്കെ നിൻ്റെ അടുക്കൽ അതിന് കഴിക്കുവാൻ പറ്റുന്ന വല്ലതുമുണ്ടെങ്കിൽ തീർച്ചയായും അത് മാറിപ്പോകാതെ ആ മാംസകഷ്ണത്തിലേക്ക് ചാടി വീഴും. അതുകൊണ്ട് തന്നെ നാം പരമാവധി തെറ്റിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കണം. ശേഷം പിശാചിനെ തൊട്ട് കാവൽ തേടുകയും വേണം. നാം പിശാചിൽ നിന്ന് നിരന്തരം കാവൽ തേടിക്കൊണ്ടിരിക്കണം. കുട്ടികൾക്ക് വേണ്ടിയും നാം കാവൽ തേടണം. മുഹമ്മദ് ബിൻ ഇബ്രാഹിം തീമി റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഭയം തേടുന്നവരിൽ ഏറ്റവും ശ്രേഷ്ഠമായ അഭയം എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ? അപ്പോൾ അദ്ദേഹം പറയുകയാണ്, അതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഫലക്കും നാസുമാണത്. അപ്പോൾ ഖുൽ ബിറബ്ബിൽ ഫലക്ക് സൂറത്ത് നമ്മൾ ഓതണം. അതുപോലെ ഖുൽ ബിറബ്ബിൻ നാസ് സൂറത്തും നമ്മൾ ഓതണം. നബി തങ്ങൾ ഉറങ്ങുന്ന സമയത്ത് ഇവ രണ്ടും ഊതി, രണ്ട് കൈയിലും ഊതി മുഖവും ശരീരത്തിൽ നിന്ന് കൈയെത്തുന്ന സ്ഥലവും തടവാറുണ്ടായിരുന്നു. മറ്റൊരു രക്ഷാമാർഗമാണ് ആയത്തുൽ കുർസി ഓതുക എന്നുള്ളത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ മോഷ്ടാവായി പ്രത്യക്ഷപ്പെട്ട ഇബ്ലീസ് തന്നെ അവരിൽ നിന്ന് രക്ഷ നേടാൻ ആയത്തുൽ കുർസി നിർദ്ദേശിക്കുകയുണ്ടായി. ഈ സൂക്തങ്ങൾ ശരണമന്ത്രങ്ങളാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്. അഥവാ കാവൽ തേടാനുള്ള മന്ത്രങ്ങളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അൽ ബക്കറ സൂറത്താണ് മറ്റൊരു ശരണമന്ത്രം. നബി തങ്ങൾ പറയുകയാണ്, അൽ ബക്കറ ഓതുന്ന വീട്ടിൽ നിന്ന് പിശാച് ഓടുന്നതാണ്. നബി തങ്ങൾ വീണ്ടും പറയുകയാണ്, അൽ ബക്കറയുടെ അവസാന 2 ആയത്തുകൾ രാത്രി ഓതിയാൽ എല്ലാറ്റിനും അത് മതിയാവുന്നതാണ്. അഥവാ ആമന റസൂൽ സൂറത്ത് ആയത്ത്. പിശാചിൻ്റെ ഉപദ്രവത്തിൽ നിന്നും രക്ഷ നേടാനുള്ള മാർഗമാണ് വുളൂഉം നിസ്കാരവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, കോപം പിശാചിൽ നിന്നുള്ളതാണ്. പിശാച് തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവനാണ്. വെള്ളം തീ കെടുത്തുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും കോപിച്ചാൽ വുദൂ ചെയ്യട്ടെ. മനുഷ്യൻ്റെ ഇച്ഛകൾ വരുത്തി തീർക്കുന്ന ദുരന്തങ്ങൾ ഇനിയും ഒരുപാട് നമുക്ക് പറയാനുണ്ട്. അപ്പോൾ ഏതായാലും ഈ കാര്യങ്ങൾ നാം കരുതിയിരിക്കണം. ഇന്നത്തെ ആസ്വാദനത്തിൻ്റെ ചിരി നാളെയുടെ കരച്ചിലായി പരിണമിക്കുന്നതിൽ പക്ഷാന്തരമില്ല. വിധിക്ക് കീഴ്പ്പെടുന്നതിന് മുമ്പ് നാം നമ്മെ കീഴ്പ്പെടുത്തണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.